അങ്ങനെ ട്രക്കിങ്ങിൻ്റെ 3-ാം ദിവസമായിട്ട് ഇന്ന് ഞാൻ കാലത്ത് ഒരു 9 മണിയായപ്പോൾ റെഫ്യൂജി ഗ്രേ അല്ല പൈൻ ഗ്രാൻഡ് അവിടെ നിന്ന് ഇറങ്ങി ഇറ്റാലിയാനോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 2.5 മണിക്കൂറുണ്ട് പൈൻ ഗ്രാൻഡിൽ നിന്ന് അങ്ങോട്ട് വരെ. ഞാനിപ്പോൾ നടന്നിട്ടൊരു 3/4 മണിക്കൂറോളമായി. അത് വേറൊരു തടാകമായി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് അവിടെ പോണ വഴിക്ക് ഇറ്റാലിയാനോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പുണ്ട്. അവിടെ ഒരു റേഞ്ചർ ഉണ്ടാവും, പാർക്ക് റേഞ്ചർ. അയാളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കണം ഫ്രാൻസിസിലേക്ക് പോകാൻ പറ്റുമോ. ക്യാമ്പ് ഫ്രാൻസിസിലാണ് എനിക്ക് പോകേണ്ടത്, അവിടെയാണ് ക്യാമ്പ് ചെയ്യേണ്ടത്. അത് ഇറ്റാലിയാനോ എന്ന് പിന്നെ ഒരു 1/2 മണിക്കൂർ കൊണ്ടുണ്ട്. അപ്പോൾ അയാൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനവിടെ പോവും, ക്യാമ്പ് ചെയ്യും. സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ നടന്നു തന്നെ. കാരണം ഇന്നാണ് ഇവിടെ നിന്നുള്ള അവസാനത്തെ ബോട്ട്. അത് 6:30 മറ്റാണത്. അത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് നാളെ ഏകദേശം 18 കിലോമീറ്റർ തടാകത്തിൻ്റെ സൈഡിൽ കൂടി നടന്ന് റോഡിൻ്റെ അവിടേക്ക് എത്തണം. അഡ്മിനിസ്ട്രേസിയോൺ എങ്ങാണ്ടാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതാണ് പ്ലാൻ. കുറച്ച് പേരെങ്കിലും എന്നെക്കാളും മുമ്പ് ഈ വഴി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് പിറകെ ഇനി ആരും ഉണ്ടാവില്ല. ക്യാമ്പിൽ നിന്ന് അവസാനം ഇറങ്ങിയ ആളായിരുന്നു ഞാൻ. ബാക്കി എല്ലാവരും ഭൂരിഭാഗം പേരും ക്യാമ്പ് ഗ്രേയിലേക്ക് പോവുകയാണ് ഇന്നെല്ലാവരും. ഏകദേശം 3/4 ഭാഗത്തോളമായി നടന്നതിനൊരു വലിയൊരു കയറ്റം ഉണ്ടെന്നാണ് അവിടെ ഒരു മാപ്പിൽ കണ്ടത്. 1 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നടന്ന് ഇറ്റാലിയയുടെ മേളിലെത്തി. ഇവിടുന്ന് ഫ്രാൻസിസ് അധികം ദൂരമില്ല. പക്ഷെ ഞാനിപ്പോൾ വന്നൊഴുകി അവിടുത്തെ ഒരു പോർട്ടറെ കണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് അത് ക്ലോസ് ചെയ്തു, ഇനി അങ്ങോട്ട് താമസിക്കാൻ പറ്റില്ല, ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ഇറ്റാലിയയുടെ മേളിൽ നിന്ന് പോയാലുള്ള വഴി. അത് ബ്രിട്ടാനിക്കോ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലേക്ക് എത്തും. അവിടെയും കുറച്ച് ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഗ്ലേഷ്യേഴ്സിൻ്റെ അറ്റം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതിനിടയ്ക്ക് ഇവിടെ ഇത്രയും വലിയൊരു മല എൻ്റെ പുറകിലുണ്ടായിരുന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ അവിടെ മേഘങ്ങളൊക്കെ മാറിയപ്പോഴാണ് ഇത് കണ്ടത്. എന്തായാലും ഇത്രയും ദൂരം നടന്നു വന്ന് വെറുതെ ഇല്ല. ക്യാമ്പ് ഇറ്റാലിയാനോയും കഴിഞ്ഞ് ഞാൻ പിന്നെയും ഫ്രാൻസിസിലേക്ക് നടന്നു. ഞാനങ്ങനെ ഫ്രാൻസിസ് ക്യാമ്പിലെത്തി. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനില്ല, എല്ലാവരും കിട്ടുമുട്ടി പോയി. ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള എന്താ പറയുക, ഇതൊക്കെയുണ്ട്. പ്ലാറ്റ്ഫോമിൽ നമുക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാം. പക്ഷേ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ പിന്നീട് അധികം കണ്ടുപിടിച്ചാൽ പ്രശ്നമാകുമെന്നാണ് എൻ്റെ പേടി. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കൊണ്ട് ഇരിക്കാൻ പോവുക. നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു സുഖമല്ല ഇവിടെ വന്നിരിക്കുമ്പോൾ. തണുപ്പ് നന്നായിട്ട് കൂടി വരിക. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയൊക്കെ പയ്യെ മരവിക്കാൻ തുടങ്ങി. പയ്യെ വീണ്ടും ഇന്ന് രാത്രി ഇവിടെ എങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നു തോന്നുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമുണ്ട്. ഇത് ഒറ്റയ്ക്കും പിന്നെ തണുപ്പും. മിക്കവാറും തിരിച്ചു പോകാൻ തന്നെ ഉദ്ദേശം. എങ്ങാനും ഇവിടെ വന്ന് ആരോടെയും ചോദിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ആരും ഇല്ലാണ്ട് ഇനി അവരങ്ങനെ വന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താവുമെന്നറിയില്ല. സത്യത്തിൽ ആ ക്യാമ്പ് ഫ്രാൻസിസിൽ ഇരിക്കാൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു കാട് പോലത്തെ ഒരു പ്രദേശമായിരുന്നു അത്. ഈ തണുപ്പത്തിന് ഇവിടെ തനിച്ച് താമസിക്കാൻ പറ്റില്ലാതെ മനസ്സിലായതോടുകൂടി സങ്കടത്തോടാണെങ്കിലും ഞാൻ ആ തീരുമാനം എടുത്തു. ഇപ്പോൾ തന്നെ പൈന ഗ്രാൻഡയിലേക്ക് തിരിച്ചുപോയി ട്രക്കിംഗ് എല്ലാം അവസാനിപ്പിച്ച് ഇന്നത്തെ അവസാനത്തെ ബോട്ടിൽ തിരിച്ചു പോകാമെന്ന്. ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറ്റാലിയൻ ക്യാമ്പിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആരും ഉണ്ടായില്ല. ആ കറക്റ്റ് സമയത്ത് 2 സ്ത്രീകൾ വന്നായിരുന്നു. അവരിൽ ഒരു പുള്ളിക്കാരത്തി ഇവിടെ ഗൈഡായിട്ട് വർക്ക് ചെയ്യുകയാണ്.
മരിയ എന്ന പേര്. And in this place is the French Ballet. Okay, and then is the Locao Britannico. ഓക്കെ. അവർ ഭയങ്കര മോട്ടിവേഷനൊക്കെ എവിടെ നിന്നാൽ കുഴപ്പമില്ല, അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. എന്നാലും ഇന്ന് ഞാനിവിടെ ക്യാമ്പ് ചെയ്യാൻ പോവാം. വേറൊരു മനുഷ്യൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈൻ ഗ്രാൻഡിലേക്ക് പോകാനുള്ള എല്ലാവരും ഒരുമാതിരിപ്പെട്ടവർ പോയിട്ടുണ്ടാവും. കാരണം 6:30ക്കാണ് ഇത് ബോട്ട്. ഇവിടെ നിന്ന് 2.5 മണിക്കൂർ എടുക്കും. എന്നാലും ആളുകളൊക്കെ പോയിട്ടുണ്ടാകുന്ന തോന്നുന്നു. കാരണം ഇപ്പോൾ ആരെയും കാണാനില്ല തിരിച്ചു പോകുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഏപ്രിൽ 30, അതായത് ഇന്നത്തോടു കൂടി ഈ നാഷണൽ പാർക്ക് അടയ്ക്കും. പിന്നെ ഒരു ഗൈഡുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ക്യാമ്പ് സൈറ്റ് നടത്തുന്ന കമ്പനിയിലെ ആൾക്കാർ പറഞ്ഞത് ഏപ്രിൽ 30 മുമ്പും എന്നെപ്പോലെ കുറച്ച് ആളുകൾ സീസണിൻ്റെ അവസാനത്തോട് ട്രക്കിങ്ങിന് വന്നിട്ടുണ്ടാവും. അവർ ട്രക്കിങ് കഴിഞ്ഞ് എന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളത് ഇവിടെ ആരും ചോദിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, വേറെയും കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വേറെ ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവിടെ ക്യാമ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും അവസാനം ടെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടൊന്ന് കയറി കിടന്ന് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി നോക്കി. സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറി, വലിയ കുഴപ്പമില്ല. രാത്രി നമ്മൾ എന്താണെന്നറിയില്ല. ഈ മലകളുടെ ഇടയിലുള്ള താഴ്വാരത്താണ് ഞാനിന്ന് കിടന്നുറങ്ങാൻ പോകുന്നത്. ഇനിയത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം കുക്ക് ചെയ്യാനായിട്ട് വെള്ളമില്ല ക്യാമ്പിൽ. അപ്പോൾ ഇനി ഈ പുഴയുടെ അരികത്തേക്ക് പോകണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കാൻ പോവാം കുറച്ച് നേരം. തൊട്ടടുത്ത് തന്നെയാണ് പുഴ. മഞ്ഞിടിഞ്ഞ് വീഴുന്നതാണ് കാണുന്നത്. ഒരു വെടിപൊട്ടണ പോലത്തെ ഒരു ശബ്ദം കേട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതാണ്. ഏതായാലും ഇവിടെ വരെ ഒന്നും ആ മഞ്ഞിടിഞ്ഞ് വരുന്നു തോന്നുന്നില്ല. ഒരു 2-3 കിലോമീറ്റർ ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. അത്ര സേഫ് അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും അവരുകൊണ്ട് ക്യാമ്പ് വെക്കില്ലല്ലോ. ആ കാണുന്നതാണ് ടോറസ് ഡെൽ പൈൻ പീക്കിൻ്റെ ലെഫ്റ്റ് ഹോൺ. മരിയാണ് എനിക്ക് ഇവിടെയുള്ള മലകളുടെയൊക്കെ പേര് പറഞ്ഞു തന്നത്. ട്രക്കിങ്ങിൻ്റെ അവസാനത്തെ ദിവസം എനിക്ക് മലയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. പക്ഷെ അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഒരല്പം സംശയമാണ്. കാരണം ഇന്നലെ നടക്കുന്നതിനിടയിൽ എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് ഉളുക്കി. വേദനയാണെങ്കിൽ കൂടി വരുന്നുമുണ്ട്. ഇന്നലത്തെ പാസ്തയുടെ ബാക്കിയുണ്ട്. പിന്നെ പെസ്തോ സോസ്, പിന്നെ ഞാനവിടെ നിന്ന് വാങ്ങിച്ച സാൽമൺ, ക്യാൻഡ് സാൽമൺ, പിന്നെ പാക്കറ്റ് ചായപ്പൊടി. പഞ്ചസാര എടുക്കാൻ മറന്നുപോയി. ആ ഹോട്ടലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ഞാൻ. പോട്ടെ, ആദ്യം വെള്ളം തിളപ്പിച്ചൊരു ചായ ഉണ്ടാക്കിയിട്ട് ബാക്കി വെള്ളത്തിൽ പാസ്ത ഉണ്ടാക്കി കഴിക്കാം. പാസ്ത ഉണ്ടാക്കിയ വെള്ളം ഞാൻ കളഞ്ഞില്ല, അത് ഈ പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് ഞാൻ കുടിച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പോലെ ഉണ്ട്. വെള്ളം തീർന്നാൽ ഇനിയും ആ പുഴയുടെ അവിടെ പോയി വേണം എടുക്കാനായിട്ട്. രാത്രിയൊക്കെ തീർന്നാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം വെള്ളം സേവ് ചെയ്യാൻ നോക്കുകയാണ് ഇപ്പം. മഞ്ഞിടിഞ്ഞതാണ്. ഇപ്പം 2-3 തവണ ഞാൻ കയറുന്നു. ഒരു പ്രാവശ്യം ക്യാമറ കിട്ടി, അതപ്പോഴേക്കും കുട്ടി നിലത്തെത്താറായി. അവിടെ നിന്നാണ് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞിടിഞ്ഞ് വീഴുന്നത്. ഒരു പ്രാവശ്യം എനിക്കത് കിട്ടിയായിരുന്നു. പിന്നീട് 2 തവണ ഞാൻ സൗണ്ട് കേട്ടുള്ളൂ, പോയി നോക്കാൻ പറ്റിയില്ല. ഭക്ഷണശേഷം നേരെ അധികം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ കയറി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ടെൻറ്റിൽ കയറി എല്ലാ ഭക്ഷണ സാധനങ്ങളും എല്ലാം ഞാനെടുത്ത് ഒരു കവറിലാക്കി ഇതിനകത്തേക്ക് വെച്ചു. കാരണം പല ക്യാമ്പ് സൈറ്റുകളിലും എലി ശല്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭക്ഷണം പുറത്ത് വെച്ച് അതൊക്കെ എടുത്ത് കഴിക്കും. ആക്ച്വലി അവർ പറഞ്ഞത് എവിടെയെങ്കിലും കെട്ടി തൂക്കണമെന്നാണ് പറഞ്ഞത്. തൂക്കാണ്ട് എടുത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്കൊന്നും കയറില്ലാന്ന് വിചാരിക്കണം. മണി 8 ആയി.
നല്ല ഇരുട്ടായി പുറത്തപ്പോൾ. ഏതായാലും കിടന്നുറങ്ങാൻ പോവാം. തണുപ്പ് അത്രയ്ക്ക് കുഴപ്പമില്ല, എന്നാലും ഉണ്ട്. മണി 8 ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അറിയാം എന്താവുന്നത്. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അവിടെ നിന്ന് മഞ്ഞിടിഞ്ഞ് വീഴുന്നത് കേൾക്കാം. പിന്നെ ഈ പുഴയുടെ ശബ്ദം. ഇത് രണ്ടും മാത്രമേ ഇന്ന് രാത്രി എനിക്ക് കൂട്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു രാത്രി ഇവിടെ കഴിച്ചു കൂട്ടി. മണി 8 പക്ഷേ ഇപ്പോഴും വെളിച്ചമൊന്നും വന്നിട്ടില്ല. പക്ഷെ നല്ല തെളിഞ്ഞ ആകാശമാണ്. നേരത്തെ നിന്നാൽ മതിയായിരുന്നു. അത് ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങാൻ പോവാ. ഉടനെ സ്ഥലം വിടണം. പയ്യെ സൂര്യപ്രകാശം അവിടെ നിന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തണുപ്പ് ഇപ്പം അത്ര വലിയ കുഴപ്പമില്ല. നല്ലൊരു വെളുപ്പിനെ ഒരു 2 മണി മുതലൊരു 6 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ തണുപ്പ്. ഇപ്പോൾ ഒരൊറ്റ മേഘമില്ല. ഇന്നലെ രാത്രി മറക്കാനാവാത്ത 2 സംഭവം ഉണ്ടായി. അതിലൊന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ പാനിക് അറ്റാക്ക് ആയിരുന്നു. രാത്രി 10 ഇപ്പോൾ വെള്ളം കുടിക്കാനോ പറ്റാൻ ഞാൻ ഇരിക്കുക. പെട്ടെന്ന് എനിക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എൻ്റെ പേടി മുഴുവൻ ഇന്ന് രാത്രി ഇവിടെ എങ്ങനെ കഴിയുന്നുള്ളതായിരുന്നില്ല. പിറ്റേ ദിവസം എങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം നടക്കും, എവിടെ പോയി ക്യാമ്പ് ചെയ്യും, ഇതൊക്കെയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടി. ഞാൻ കിടന്ന് വേർക്കാൻ തുടങ്ങി. അപ്പോൾ സമയത്ത് -5 എങ്ങാണ്ടായിരുന്നു പുറത്തെ തണുപ്പ്. എന്നിട്ട് ഞാൻ അതിനകത്ത് കിടന്ന് വേർക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ ഊരി കുറച്ച് വെള്ളം കുടിച്ചു. പക്ഷേ ഏകദേശം 2-3 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പയ്യെ ഞാൻ പഴയ അവസ്ഥയിലേക്ക് വന്നു. എൻ്റെ സ്ഥലകാല ബോധമൊക്കെ തിരിച്ചു വന്നു. രണ്ടാമത്തത് ഏകദേശം ഒരു 1 മണിയോ 2 മണിയോ ആയപ്പോഴാണ് തോന്നുന്നു, ഏതോ ഒരു കാട്ടുമൃഗം എൻ്റെ ടെൻറ്റിൻ്റെ അടുത്ത് വന്നു. എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ ഒരു മണമൊക്കെ ടെൻറ്റിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് വാക്കിംഗ് സ്റ്റിക്കൊക്കെ എടുത്ത് പിടിച്ചു, ഞാൻ അകത്തേക്ക് അങ്ങനെ വരുമോയെന്ന് പേടിച്ചിട്ട്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അത് വഴി തന്നെ പോയി. ഈ കാട്ടിൽ പ്യൂമയും കുറുക്കന്മാരും ഒരുപാട് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കുറുക്കനെ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ രാത്രി എൻ്റെ ടെൻറ്റിൻ്റെ അടുത്ത് വന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ടെൻറ്റ് പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ 10 മണിയായപ്പോൾ പുറപ്പെട്ടു. ഇറ്റാലിയോന്ന് പുറപ്പെട്ട് ഫ്രാൻസിസും കടന്ന് ഞാൻ സെക്ടർ ക്യൂരിനോസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി നടന്നു തുടങ്ങിയിട്ട്. ഇനി ഒരു 1.5 മണിക്കൂറോളം എടുക്കും തോന്നുന്നു എത്താനായിട്ട്. അവിടെ നിന്ന് പിന്നെ ഒരു 4 മണിക്കൂർ എടുത്ത് വേണം സെക്ടർ സെൻറ്ററിലേക്ക് എത്താനായിട്ട്. അതാണ് ലാസ്റ്റ് പിറ്റ് സ്റ്റോപ്പ്. ഈ പാത്തഗോണിയ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഇതുപോലത്തെ കുറേ കാഴ്ചകളായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇന്ന് കാണുന്നത്. ഇങ്ങനെ അധികം മരങ്ങളില്ലാത്ത ചെറിയ കുന്നുകളും മഞ്ഞുമലകളും എല്ലാം കൂടി കൂടിയ സ്ഥലം. ഞാനിരിക്കുന്ന സ്ഥലത്ത് കുറേ മരങ്ങളുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് സ്ഥലങ്ങളൊന്നും മരമില്ല. അതുകൊണ്ട് ശരിക്കും ഒരു സ്കോട്ട്ലൻഡിലുള്ള ഹൈലാൻഡ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലങ്ങൾ പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂസിലൻഡിലെ ചില സ്ഥലങ്ങളും. കുറച്ച് അകലെയായിട്ട് എനിക്ക് സെക്ടർ ക്യൂരിനോസ് കാണാം. അധികം ദൂരമില്ല, ഞങ്ങൾ താഴേക്ക് ഇറക്കുവാണ് മൊത്തം. നടന്ന് തടാകത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് തടാകത്തിൻ്റെ അരികത്തൂടി വേണം സെക്ടർ ക്യൂരിനോസിലേക്ക് നടക്കാനായിട്ട്. അങ്ങനെ സെക്ടർ ക്യൂരിനോസിലെത്തി. ബാഗൊക്കെ ഐസായി തുടങ്ങി, അതിൻ്റെ മേളിലുള്ള വെള്ളമൊക്കെ. ഇവിടുന്ന് കുറച്ച് പാസ്തയുള്ള ഇന്നലത്തെ ബാക്കിയുള്ളത് ചൂടാക്കിയിട്ട് ഒരു ചായയും കുടിച്ചിട്ട് വേഗം നടക്കണം. ഇനി 4 മണിക്കൂറുണ്ട് അങ്ങോട്ട് എത്താൻ. 4 അല്ലെങ്കിൽ 5 മണിക്കൂർ എടുക്കും എത്താനായിട്ട് സെൻറ്ററിലേക്ക്. യാത്രയുടെ ഇന്നത്തെ ദിവസമാണ് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടത്. ഇറ്റാലിയോന്ന് ഒരാളുണ്ടായിരുന്നില്ല ഇങ്ങോട്ടേക്ക്. പിന്നെ വരുന്ന ഒഴികെ ഒരാളെയും കണ്ടില്ല, ആരും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. പിന്നെ ഒരു സാധ്യതയുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനി ഗൈഡുമായിട്ട് ഇനി ആരെങ്കിലും വന്നാലായി. അതല്ലാതെ ഈ വഴിക്ക് ഇനി വേറെ ആരും ഉണ്ടാവും തോന്നുന്നില്ല. ഫ്രാൻസിസിൽ നിന്ന് താഴേക്ക് ഒരു വലിയ ഇറക്കമാണ് പിന്നീട്. പക്ഷെ അതത്ര സ്പീഡിൽ നടക്കാൻ പറ്റില്ല, കാരണം കുറേ അടുത്തൊക്കെ വെള്ളം ഐസായിട്ട് നടക്കുന്ന വഴിയിലൊക്കെ തെന്നും നമുക്ക്. പിന്നെ ചില ഭാഗത്ത് പാറക്കഷ്ണമാണ്, പാറ ഇങ്ങനെ ഉരുണ്ട കല്ലാണെങ്കിലും നടക്കാൻ ഭയങ്കര പാടാണ്. അതേ കൂടി സ്പീഡിൽ നടക്കാനൊന്നും പറ്റില്ല. പിന്നെ ഒരു സൈഡിൽ നമ്മൾ ഇറങ്ങി തടാകത്തിൻ്റെ അരികത്തെത്തി. തടാകത്തിൻ്റെ അരികത്തുകൂടി കുറേ നടന്നിട്ട് പിന്നെ മേളിലേക്ക് കയറണം. ഇതാണ് സെക്ടർ ക്യൂരിനോയുടെ റിസപ്ഷൻ. എല്ലാവരും കെട്ടും പൂട്ടി പോയി.
ഇത് ടോറസ് ഡെൽ പെയിൻ്റെ വേറൊരു വശമാണ്. അതിൻ്റെ ഇടത്ത് ഭാഗത്ത് ആ കാണുന്ന 2 മലകളുടെ ഇടയിലൂടെയായിരുന്നു ഇറ്റാലിയയിലേക്കുള്ള വഴി. അവിടെയായിരുന്നു ഞാൻ ഇന്നലെ ക്യാമ്പ് ചെയ്തത്. അങ്ങനെ ഈ കയറ്റം കഴിഞ്ഞ് ഇടത്തോട്ട് വളയുന്നതോടെ ഈ കാഴ്ച മിക്കവാറും എനിക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒടുവിൽ ഞാൻ ഈ പ്രദേശം വിട്ട് പോവുകയാണ്. ദൂരമായിട്ടൊരു കാറ് കാണുന്നുണ്ട്. അതാണ് സെൻട്രൽ തോന്നുന്നു. അവിടെ കുറച്ച് വീടും എന്തമ്മേ ഇനി എടുക്കും 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ എത്താനായിട്ട്. 6 മണിയോടുകൂടി ഞാൻ സെക്ടർ സെൻട്രലിലെത്തി. എൻ്റെ ഉളുക്കിയ കാലും വെച്ച് ഇന്ന് 18 കിലോമീറ്റർ ഞാൻ നടന്നു. എവിടെയെങ്കിലും നിൽക്കുമ്പോഴാണ് കാലിൻ്റെ വേദന ശരിക്കും ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് പിറ്റേ ദിവസം ടോറസ് ഡെൽ പെയിൻ പീക്കും കണ്ട് തിരിച്ചു വരാനുള്ള യാതൊരു ആഗ്രഹവും എനിക്കപ്പോൾ ഉണ്ടായില്ല. ഇന്ന് തന്നെ ട്രക്കിംഗ് നിർത്തി കിട്ടുന്ന വണ്ടിയിൽ തിരിച്ച് പോർട്ടോ നാത്താലസിലേക്ക് പോകാനായിരുന്നു ഞാൻ നോക്കിയത്. ഭാഗ്യത്തിന് ഒരു വണ്ടിക്കാരൻ ലിഫ്റ്റ് വന്നു. അതിൽ കയറി ഞാൻ അപ്പോൾ തന്നെ പോർട്ടോ നാത്താലസിലേക്ക് യാത്ര തിരിച്ചു. മാനസികമായും ശാരീരികമായും ഞാൻ ഒറ്റപ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. പക്ഷേ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളായിരുന്നു പാത്തഗോണിയ എനിക്കിവിടെ സമ്മാനിച്ചത്. പതുക്കെ ടോറസ് ഡെൽ പെയിൻ നാഷണൽ പാർക്ക് വിട്ട് എൻ്റെ മനസ്സ് ഇനി വരുന്ന യാത്രകളിലേക്കായി. എൻ്റെ അടുത്ത ലക്ഷ്യം അന്റാർട്ടിക്കയോട് വളരെ അടുത്ത് കിടക്കുന്ന ചിലിയുടെ തെക്കേയറ്റത്തെ പട്ടണമായ പോർട്ടോ വില്യംസ് ആയിരുന്നു.